ബിജെപിയിൽ എന്താണ് നടക്കുന്നത്? പുനഃസംഘടനാ വാർത്തകൾക്ക് പിന്നാലെ കെ സുരേന്ദ്രനെ 2 തവണ ശ്രീ ചേർത്ത് വിളിച്ച PR ശിവശങ്കറിനെ ചർച്ചകളിൽ നിന്ന് ഒഴിവാക്കി. ദേശീയ നിർവാഹക സമിതിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ശോഭാ സുരേന്ദ്രൻ പ്രഹ്ലാദിനെ ആക്രമിച്ച ഹിരണ്യകശിപുവിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തി. പദവികളിൽ അഭിരമിക്കാത്ത ജയപ്രകാശ് നാരായണനെ ഓർമ്മിപ്പിച്ച് ഇന്നലെ MT രമേശിന്റെ FB പോസ്റ്റ്. പാർട്ടി നേതൃത്വത്തിന് സാമ്പത്തിക സുതാര്യത ഇല്ലെന്ന് പറഞ്ഞ് വാർത്താസമ്മേളനം നടത്തിയ AK നസീർ ഇപ്പോൾ സസ്പെൻഷനിലാണ്. ഒടുവിൽ ഇന്നിതാ മുസൽമാന് BJPയിൽ അവഗണനയാണെന്ന് പ്രതികരിച്ചുകൊണ്ട് സംസ്ഥാന സമിതിയിൽ നിന്ന് രാജി നൽകി അലി അക്ബറും ന്യൂനപക്ഷ മോർച്ച നിർവാഹക സമിതിയിൽ നിന്ന് രാജിവെച്ച താഹ ബാഫക്കി തങ്ങളും. ഒഴിവാക്കിയും ഒഴിഞ്ഞുമുള്ള കൊഴിഞ്ഞുപോക്കിൽ കെ സുരേന്ദ്രന് കൂസലില്ലേ? സൂപ്പർ പ്രൈം ടൈമിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ചർച്ചയിലേക്ക് കടക്കുകയാണ്. ആദ്യം താഹ ബാഫക്കി തങ്ങളിലേക്കാണ്. ശ്രീ താഹ, ഇന്നിപ്പോൾ അലി അക്ബർ BJP സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചു. അദ്ദേഹം കേന്ദ്ര സെൻസർ ബോർഡ് അംഗത്വം ഒഴിയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. താങ്കളും ഇന്ന് രാജിവെച്ചിരിക്കുന്നു ന്യൂനപക്ഷ മോർച്ച നിർവാഹക സമിതിയിൽ നിന്ന്. BJPയിൽ ന്യൂനപക്ഷത്തിന് അവഗണന എന്ന ഗുരുതരമായ ആരോപണമാണ് നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. BJPയിൽ ന്യൂനപക്ഷത്തിന് അംഗീകാരം ഉണ്ടായിരുന്നു. എന്തായിരുന്നു നിങ്ങളുടെ നേരത്തെയുള്ള അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ? ഈ രാജിക്ക് എന്താണ് കാരണം? എന്നോടാണോ? ശ്രീ താഹ ബാഫക്കി തങ്ങൾ. ഈ രാജിക്കുള്ള കാരണം ഇവരൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വെച്ചിട്ടാണ് മുസ്ലിം ന്യൂനപക്ഷത്തെ തേടി പിടിക്കുന്നത്. പക്ഷേ ഇവർക്ക് മുസ്ലിം സമുദായത്തിന് എത്രത്തോളം കാര്യങ്ങൾ ചെയ്യണം, ഇവർക്ക് മനുഷ്യരല്ല വലുത്, മതമാണ് വലുത്. വർഗീയത സൃഷ്ടിച്ചും കൊണ്ടിട്ട് ഒരു മുസൽമാന് നൽകേണ്ട കാര്യങ്ങളിലൊക്കെ ഒരു നീതി ലഭിക്കാത്ത ഒരു രൂപത്തിലുള്ള നേതൃത്വമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് മുസ്ലിം സമുദായത്തിന് ഈ BJPയിൽ ചേർന്ന് കൊണ്ടിട്ട് ഞാൻ പ്രത്യേകിച്ച് എന്നെ പോലത്തെ ഒരാൾ, ഞാൻ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ പേരക്കുട്ടിയാണ്. ആ ഈ ഒരു മാർക്കറ്റിംഗാണ് അവരുണ്ടാക്കി. എനിക്കന്നും അതിനെക്കുറിച്ചിട്ട് അങ്ങനെ മനസ്സിലായില്ല. ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നില്ല. എന്നോട് പറഞ്ഞത്, നിങ്ങളെപ്പോലത്തെ ആൾക്കാരൊക്കെ ഈ BJPയിൽ വരണം, മുസ്ലിം സമുദായത്തിന് ഇത്രയൊക്കെ ഗുണം ചെയ്യണമെങ്കിൽ നിങ്ങളെ പോലത്തെ ഒരാളൊക്കെ വന്നു കഴിഞ്ഞാലും ആ ഒരാഴ്ചത്തെ ടെലിവിഷൻ ചാനൽ കൂടിയുള്ള ഒരു മാർക്കറ്റിംഗാണ് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്നാലും എത്രത്തോളം ഇവർ ഞാൻ പാർട്ടിയിൽ വന്നപ്പോൾ ഞാൻ സ്വന്തമായിട്ട് എൻ്റെ പിതാവിൻ്റെ ഓഫീസ് പോലും ന്യൂനപക്ഷ സമുദായത്തിന് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം, എൻ്റെ സ്വന്തം ചെലവിൽ അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തൊക്കെ കൊടുത്തിട്ട് അതിന് പോലും ഒരു അംഗീകാരം തരാത്തൊരു പാർട്ടിയാണ് BJP. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഇതിലും വലുത് പലതും ആണ് ഇവരെ ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലൊരു പാർട്ടിയിൽ പോകാനോ ഇത് തുടർന്ന് പോകാനോ എനിക്ക് താല്പര്യമില്ല. ഇപ്പോൾ ഓരോരുത്തർ രാജിവെച്ച് വരുന്നു. പിന്നെ 22 വർഷം മുമ്പാണ് നസീർ സാറ് ഇതിലുണ്ടായിരുന്നത്, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ ഞാൻ BJPക്ക് എതിരായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തിയിട്ടില്ല. പക്ഷേ എനിക്കെതിരായിട്ട് BJPയിലുള്ള ശ്രീധരൻപിള്ള സാർ ഗവർണറായ സമയത്ത് അളകാപുരിയിൽ നടന്ന ഒരു സംഭവത്തിൽ ഒരു നേതാവ്, BJPയിലുള്ള ഒരു നേതാവ് എന്നെയും എൻ്റെ സമുദായത്തെ അവഹേളിച്ചിരുന്നു. അതിന് ഞാൻ സ്റ്റേറ്റ് പ്രസിഡൻറ്റിന്, സെൻട്രൽ പ്രസിഡന്റ് നദ്ദ സാറിന് ഒക്കെ ഞാൻ പരാതി കൊടുത്തിട്ടൊന്നും അതിനൊന്നും യാതൊരു ഇതുമില്ല. അപ്പോൾ അവർക്ക് മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിവിടെ ജീവിക്കണ്ട, ഇന്ത്യയിൽ മുസ്ലിം സമുദായം വേണ്ട, അത് കേരളത്തിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എല്ലാം പറയുകയാണെങ്കിൽ നമുക്ക് മാത്രം ഈ ഒരു TV ചാനൽ 1 മണിക്കൂർ കൊണ്ട് തീരുന്നതല്ല. BJPയിലുള്ള മുസ്ലിം സമുദായത്തിൻ്റെ എങ്ങനെ മുസ്ലിം സമുദായത്തെ എതിർക്കാം, എങ്ങനെ മുസ്ലിം സമുദായത്തെ ഇല്ലാതാക്കാം, അതാണ് BJPക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ മോശം. ആരാണ് BJP പല ഇലക്ഷനും അങ്ങനെയെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കളിൽ നിന്ന് മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ ഉണ്ടായി എന്ന ഗുരുതരമായ ആരോപണമാണല്ലോ താങ്കൾ ഉന്നയിക്കുന്നത്. താങ്കൾക്ക് ഇപ്പോൾ ഈ 1 മണിക്കൂറിൽ മുഴുവൻ ചർച്ച ചെയ്യാൻ പറ്റില്ല, ശരിയാണ്. പക്ഷെ താങ്കളെ വേദനിപ്പിച്ച 2-3 കാര്യങ്ങൾ കൃത്യമായി പറയാമല്ലോ, അത് താങ്കൾ പറയണം. എനിക്ക് പറയാം. എനിക്കത് എൻ്റെ വന്ധ്യനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ ഇത് വന്നപ്പോൾ ഞാൻ ശ്രീധരൻപിള്ള സാർ ഗവർണറായപ്പോൾ ഒരു പരിപാടി കോഴിക്കോട് അളകാപുരി വെച്ച് നടന്നിരുന്നു. പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡേസ് പോയിട്ട് ഞാൻ പരിചയപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി ആയ ഒരാൾ എന്നെ വിളിച്ചിട്ട്, ഇനി ആരടാ, ഇനി മുസ്ലിം അല്ല, ഇനി സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞ് തള്ളി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ
ശ്രീധരൻപിള്ള സാറെ കണ്ടു. അപ്പോൾ ശ്രീധരൻപിള്ള സാറ് ആ പ്രവർത്തകനെ ശാസിച്ചു. പക്ഷേ തിരിച്ച് അബ്ദക്കുട്ടി എന്നൊരു വ്യക്തി നിങ്ങൾക്ക് ലീഗിൽ പോകുന്നതാണ് ബെറ്റർ, കുഞ്ഞാലിക്കുട്ടി നിങ്ങൾക്ക് എന്തെങ്കിലും തരും, ഇതിൽ നിന്ന് ഒഴിഞ്ഞു തന്നേക്ക്. ഇങ്ങനെയാണോ BJPയുടെ പാരമ്പര്യം? ഇങ്ങനെയാണ് ഒരു ന്യൂനപക്ഷത്തിൽ നിന്ന് വലിയൊരു കുടുംബത്തിൽ വന്ന ഞാൻ എനിക്ക് എങ്ങനെ ഇത്തരത്തിലുള്ള പാർട്ടിനെ എങ്ങനെ അണികളെ കൊണ്ടുവരാൻ പറ്റും? എനിക്ക് സ്വന്തമായ അനുഭവത്തിൽ ഇങ്ങനെയാണെങ്കിൽ എൻ്റെ അണികൾക്ക് എന്തായിരിക്കും ഉണ്ടാവുക? അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആ ഈ ഒരു എൻ്റെ ഷോക്ക് എനിക്ക് എൻ്റെ മനസ്സിൽ പോകില്ല. ഇപ്പം ഞാൻ മോശം പരാമർശം നടത്തിയത് പ്രധാനപ്പെട്ട നേതാക്കളാണോ? അങ്ങനെയെങ്കിൽ അവരുടെ പേര് പറയൂ ശ്രീ താഹ. മോശം പരാമർശം നടത്തിയത് ഷ്യാം എന്ന വ്യക്തിയാണ്. PM ശ്രീധരൻപിള്ളയുടെ കൂടെ ഉണ്ടായിരുന്ന ഷ്യാം. ഞാൻ ഈ കാര്യം മുരളീധരൻ സാർ മന്ത്രിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അദ്ദേഹമൊക്കെ പറഞ്ഞത് ഷ്യാം അല്ലല്ലോ പാർട്ടി, എല്ലാവർക്കും ദേശീയ പ്രസിഡന്റിന് പോലും പരാതി കൊടുത്തിട്ട് അതുപോലും അന്വേഷിക്കാൻ ഈ പാർട്ടിക്ക് കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പാർട്ടി കൊണ്ട് കേരളത്തിൽ നടക്കുന്നത്? ഈ കേരളത്തിൽ BJP പാർട്ടി ഒന്ന് പിരിച്ചു വിട്ടൂടെ? എന്നാൽ കേരളത്തിൽ ജനങ്ങൾക്ക് എത്ര സുഖം ഉണ്ടാവും? താങ്കളെ പറ്റി കേട്ടത് താങ്കൾ 2 തവണ BJPയിൽ നിന്ന് രാജിവെച്ചിട്ടുണ്ട് എന്നാണ്. 2ാമത്തെ തവണയാണ് ഇപ്പോൾ രാജിവെക്കുന്നത്. നേരത്തെ ഒരു തവണ രാജിവെച്ച് താങ്കളെ തിരിച്ചു കൊണ്ടുവന്നതാണോ? എന്താണ് യാഥാർത്ഥ്യം? ഞാൻ ആദ്യത്തെ തവണ ഔദ്യോഗികമായിട്ട് രാജിവെച്ചിട്ടില്ല. ഞാൻ ഇവിടെ ഒരു മുസ്ലിം സമുദായത്തിന് വലിയൊരു പീഡന നയം സ്വീകരിച്ചപ്പോൾ ചാനൽ കൂടിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ എന്നോട് പല നേതാക്കളും പറഞ്ഞു, നിങ്ങൾ രാജിവെച്ച TV-യിലൊക്കെ പറഞ്ഞ സംഗതിയാണ്, അവിടെ നിൽക്കട്ടെ. പിന്നെ 2ാമത് സുരേന്ദ്രൻ നയിക്കുന്ന യാത്രയിൽ ഞാൻ പോയതിന് ശേഷം അതിൽ നിന്ന് ഉപഹാരം തരാം ഒക്കെ ഞാൻ പറഞ്ഞ് ശരിയാക്കാൻ പിന്നെ ഞാൻ സുരേന്ദ്രനെ നേരിട്ട് കണ്ടിട്ടുമില്ല, അവർ വിളിച്ചിട്ടുമില്ല. അപ്പോൾ ഇതാണ് പാർട്ടിയെങ്കിൽ പിന്നെ ഞാനെന്തിനാണ് ഇതിനു വേണ്ടി നിൽക്കുന്നത്? എനിക്കൊരു കുടുംബമൊക്കെ ഇല്ലേ, എനിക്കൊരു രാഷ്ട്രീയം നടത്തിയുള്ള പരിചയമൊന്നുമില്ല. എന്നാലും എനിക്ക് വേണ്ടിയിട്ട് ഒരു ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ അത്രയും അതിലൊക്കെ കുറച്ച് ഞാൻ ഒരു 30 വർഷം സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനം നടത്തിയ ഒരാളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പാർട്ടിക്കാർക്ക് എങ്ങനെയാണ് ഈ BJP എന്ന് പറഞ്ഞ് BJP സിന്ദാബാദ് ഞാൻ വിളിക്കുന്നത്? അതിൽ നല്ല ഞാൻ തൂങ്ങിച്ചാവുന്നതല്ല ബെറ്റർ. ശരി, ശ്രീ PP മുകുന്ദൻ, താങ്കൾ മുതിർന്ന BJP നേതാവാണ്. താങ്കൾ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേട്ടിരിക്കുമല്ലോ. താങ്കൾക്കും ചില കാര്യങ്ങളിൽ സമാനമായ അഭിപ്രായമുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം പാർട്ടിയിൽ നിന്ന് 5000-ലധികം പേരെങ്കിലും രാജിവെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് താങ്കൾ. ഇന്നിപ്പോൾ ഇതാ പുതിയ രാജിക്ക് പറയുന്ന കാര്യങ്ങൾ ഒന്ന് അലി അക്ബറാണ്, ഒന്നിപ്പോൾ താഹ. രണ്ടുപേരും പറയുന്നത് ന്യൂനപക്ഷ വിരുദ്ധമായ സമീപനം, ന്യൂനപക്ഷ വിരുദ്ധം എന്നതിനപ്പുറം മുസ്ലിം വിരുദ്ധ സമീപനം. മുസൽമാന്മാർ BJPയിൽ ചേരുന്നു എന്നത് അവരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ സമുദായത്തിൽ അല്ലെങ്കിൽ അവർക്കിടയിൽ പരിഹാസത്തിന് ഇടയാക്കുന്നുണ്ട്, അവരെ പരിഹസിക്കുന്നുണ്ട്. ആ നിലയ്ക്ക് BJPയിൽ പോവുകയാണല്ലേ മുസ്ലിമായിട്ട് എന്ന പരിഹാസം അവർ കേൾക്കുന്നു. ആ പരിഹാസം കേട്ടുകൊണ്ടും ആ പാർട്ടിയിൽ തുടർന്നിട്ടും പാർട്ടിയിൽ നിന്ന് അവഗണന, മോശം അനുഭവം, ഇതിനെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അല്ല, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ഇദ്ദേഹത്തെ എനിക്ക് നേരിട്ട് കാണാനോ സംസാരിക്കുന്ന കേൾക്കുക എന്നല്ലാതെ ആരൊക്കെ ഉണ്ടെന്ന് അറിയില്ല. അല്ല, ഞാൻ പറയാം. ശ്രീ മുകുന്ദൻ, നമ്മുടെ ചർച്ചയിൽ താങ്കളുണ്ട്, താഹ ബാഫക്കി താങ്കളുണ്ട്, അതോടൊപ്പം തന്നെ വലത് നിരീക്ഷകനായ ശ്രീ നന്ദകുമാറുമുണ്ട്. അപ്പോൾ ഇതിൽ BJPയെ സംബന്ധിച്ചിടത്തോളം BJP ആസ് എ പാർട്ടി മുസ്ലിമിനെതിരല്ല. പ്രശ്നം സമീപനത്തിൻ്റെയാണ്. എങ്ങനെ സമീപിക്കുന്നു? ഒന്ന്, ആൾക്കാരുടെ പലരുടെയും ധാരണയും പ്രചരണവും ഉണ്ടായിരുന്ന ആൻറ്റി മുസ്ലിമാണ്, ആൻറ്റി മൈനോറിറ്റിയാണ് എന്നുള്ളതാണ്. അങ്ങനെയല്ല, പക്ഷേ നടത്തിപ്പുകാരുടെ ദോഷമുണ്ട്. അതാണ് ഇവർക്കൊക്കെ ഉണ്ടാകുന്ന മാനസിക വിഷമം. ഇപ്പോൾ അലി അക്ബർ വളരെ അടുത്തറിയുന്ന ആളാണ് ഞാൻ. എന്നോട് അദ്ദേഹത്തിൻ്റെ വേദന മിഞ്ഞാന്ന് എന്നോട് സംസാരിച്ചു. ഇന്നലെ രാത്രി അദ്ദേഹം എന്നോട് സംസാരിച്ചു. ഇതിനു മുമ്പ് ഒരു തവണ സംസാരിച്ച സമയത്ത് പറഞ്ഞു നമ്മളെപ്പോലത്തെ ആൾക്കാരെ ഉപയോഗിക്കാൻ പാർട്ടിക്ക് സാധിക്കുന്നില്ല എന്നുള്ളത്. അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നത് ശരിയാണ്. ഒരാൾ വരുന്ന സമയത്ത് അവരെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത് പാർട്ടിയുടെ കടമയും ചുമതലയാണ്. അത് ചെയ്തില്ലെങ്കിൽ ഇദ്ദേഹം പറഞ്ഞുമായിട്ടുള്ള ദുഃഖം അത് സ്വാഭാവികമായിട്ടാണ്. അത് പൊതുവെ BJP എന്നുള്ള പാർട്ടിയുടെ പ്രശ്നമല്ല.
അല്ല, ആരുടെ സമീപനത്തിലാണ് അപ്പോൾ തിരുത്തൽ വേണ്ടത് ശ്രീ മുകുന്ദൻ? ആരുടെ സമീപനത്തിലാണ് തിരുത്തൽ വേണ്ടത്? നിശ്ചയമായിട്ടും ഈ കല്യാണം കഴിച്ച് വരുന്ന സമയത്ത് ഭാര്യയും ഭർത്താവും തമ്മിലൊരു ധാരണ വരുന്ന ഒരു സമയമെടുക്കും. അതൊരു സ്ത്രീയും പുരുഷനുമല്ല, ഒരു ജീവിതമാണ്. അതേപോലെ തന്നെയാണ് ഇവർ ഒരുമിച്ചത് BJP ആയിട്ട് യോജിച്ച് BJP അവരുമായിട്ട് യോജിച്ച് പോകുന്ന സമയത്ത് ഉണ്ടാവുന്നതായിട്ടുള്ള ആ സുഹൃത ബന്ധം, ആത്മബന്ധം അതുണ്ടായപ്പോൾ എനിക്ക് എത്രയോ ആൾക്കാർ കേരളത്തിൽ എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ BJP ആണെന്നറിയാം, അവരും മറ്റ് രാഷ്ട്രീയ കക്ഷികളാണെന്നറിയാം, രാഷ്ട്രീയം ഇല്ലാത്ത ആൾക്കാരെന്നറിയാം. അപ്പോൾ അവരുമായിട്ട് ഞാൻ ബന്ധം ഇന്നും പുലർത്താറുണ്ട്. അപ്പോൾ അങ്ങനെ ബന്ധം പുലർത്തുക എന്നുള്ളതിൽ വന്നിട്ടുള്ള പരാജയമാണ്. ആരുടെ പരാജയം? നേതൃത്വത്തിന്റെ പരാജയം അല്ലേ ശ്രീമുകുന്ദൻ? ശ്രീമുകുന്ദൻ, നേതൃത്വത്തിന്റെ പരാജയം. കാരണം ശ്രീധരൻപിള്ള പങ്കെടുത്ത പരിപാടി, ശ്രീധരൻപിള്ള ഗവർണർ ആയിരിക്കുമ്പോൾ പങ്കെടുത്ത പരിപാടി, ആ പരിപാടിയിൽ ഡയസിലേക്ക് കയറിയപ്പോൾ നീ മുസ്ലിം അല്ലേ, ഇറങ്ങിപ്പോകൂ എന്ന് പറഞ്ഞു എന്ന ഒരു ദുരനുഭവം ഈ ന്യൂനപക്ഷ നിർവാഹക സമിതി അംഗത്തിനുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് ശ്രീമുകുന്ദൻ? അത്തരം മനോഭാവമുള്ളവരാണ് പാർട്ടിയിലെ നേതൃത്വമെങ്കിൽ ഇവരൊക്കെ എന്തിനാണ് ഇവിടെ തുടരുന്നത്? അല്ല, ശ്രീധരൻപിള്ള പറഞ്ഞു കഴിഞ്ഞല്ലോ, അത് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. ഒരാൾ പറഞ്ഞതുകൊണ്ട് അത് പാർട്ടിയുടെ അഭിപ്രായമല്ല. പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വം എന്തു പറയുന്നു അതാണ് അക്ഷരാർത്ഥത്തിൽ ശരി. അവിവേകം കാണിക്കുന്നതായിട്ട് ഇതുപോലത്തെ വ്യക്തികൾ പ്രസ്ഥാനത്തെ ചീത്തയാക്കുന്നു. ഇപ്പോൾ നേരത്തെ ഒരാളുടെ പേര് പറഞ്ഞില്ലേ, അവർ ബോധമില്ലാത്തതുകൊണ്ടാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പ്രസ്ഥാനത്തിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ അറിയാത്തതും ലക്ഷ്യം അത് വേണ്ട രീതിയിൽ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ലക്ഷ്യം ശുദ്ധമാണ്, മാർഗം ശുദ്ധയിലേക്ക് എന്താ കാര്യം? ശ്രീ മുകുന്ദൻ, ഇതിപ്പോൾ തങ്ങൾ പറഞ്ഞത് മാത്രമായി ചുരുക്കേണ്ടതില്ല. ഇതിപ്പോൾ നസീർ, AK നസീർ വാർത്താ സമ്മേളനം നടത്തിയല്ലോ. AK നസീർ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? AK നസീറും ഇത് തന്നെയാണ് പറഞ്ഞത്. ന്യൂനപക്ഷാംഗം എന്ന നിലയ്ക്ക് തനിക്ക് അവഗണന നേരിടേണ്ടി വന്നു. ഒരു വിഷയത്തിൽ കോഴ കേസിൽ അന്വേഷണം നടത്തുന്ന കമ്മീഷനായി പ്രവർത്തിച്ചു. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? അതിനുശേഷം ഒതുക്കപ്പെടുകയായിരുന്നു. അതിൽ ആർക്കൊക്കെതിരെയാണോ റിപ്പോർട്ട് നൽകിയത് അവർക്കൊക്കെ മേൽസ്ഥാനം നൽകി, ഉന്നത സ്ഥാനം നൽകി. ഇതാണ് ഈ പാർട്ടിയിൽ നടക്കുന്നത്. ഇതിൽ തുടരാൻ പറ്റില്ല, ഈ നേതൃത്വത്തിന് വലിയ കുഴപ്പമുണ്ട് എന്ന് പറയുന്ന ആളെ ഉടനെ സസ്പെൻഡ് ചെയ്യുന്നു. അല്ല, ഇതിനിപ്പം നസീറിൻ്റെ മാത്രമല്ലല്ലോ, നസീറിൻ്റെ ദുഃഖം എനിക്കറിയാം. ഇന്ന് എന്നെ കാണാൻ വന്നിരുന്നു, ഞാൻ ആലുവയിലുണ്ട്. ഇന്ന് കണ്ടിരുന്നു, വിശദമായിട്ട് സംസാരിച്ചിരുന്നു, കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. അപ്പോൾ ഇദ്ദേഹം മുസ്ലിമായിട്ടല്ലല്ലോ അവർ ചെയ്തത് തെറ്റ്. നമ്മുടെ തൃശ്ശൂരിലുള്ള മറ്റേ ഋഷി പൽപു അത് മുസ്ലിം ആയതുകൊണ്ടാണോ? അങ്ങനെ അവിവേകം കാണിക്കുന്ന കറക്ഷന് തെറ്റുണ്ടെങ്കിൽ തിരുത്തണം. അത് തിരുത്താനുള്ള മോഡൽസ് എന്നുള്ള നിലക്ക് നമുക്കിന്ന് കുറഞ്ഞു വരുന്നു. അത് ശരിയായി വരണം. ഇത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ മാത്രമാണ് എന്ന നിലയ്ക്ക് ചുരുക്കേണ്ടതില്ല. നമുക്കിപ്പോൾ ശോഭാ സുരേന്ദ്രന്റെ ഉദാഹരണമുണ്ട്, PR ശിവശങ്കറിന്റെ ഉദാഹരണമുണ്ട്, അതൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അതിലേക്ക് വരാം. അതിലേക്ക് വരുന്നതിന് മുമ്പ് ന്യൂനപക്ഷാംഗം എന്ന നിലയ്ക്കാണ് തനിക്ക് അവഗണന നേരിടേണ്ടി വന്നതെന്ന് നസീർ പറയുകയാണ്. ഇന്നിപ്പോൾ ബാക്കിയുള്ളവരും അത് തന്നെയാണ് പറയുന്നത്. ബാക്കി രണ്ടുപേരും അതാണ് പറയുന്നത്. സ്ഥാനമാനങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് അവർ ഇറങ്ങുന്നെങ്കിൽ അത് ഗൗരവത്തിൽ പരിശോധിക്കേണ്ടത് ആരാണ്? ആ നേതൃത്വത്തിനെതിരെയാണ് പറയുന്നത്. ശ്രീ മുകുന്ദൻ, അതിനുശേഷം ഇതിന് താങ്കൾ മറുപടി പറഞ്ഞ ശേഷം ഞാൻ പറയാം. ഇപ്പോൾ സേവ് BJP എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് ഇപ്പോൾ ഓടി നടക്കുന്നുണ്ട്. അതിൽ പാർട്ടി നേതൃത്വത്തിനെതിരെ ഗുരുതരമായ പരാമർശങ്ങളുണ്ട്. അത് ഞാൻ വായിക്കാം. അതിനു മുമ്പ് താങ്കൾ ഇതിന് മറുപടി പറയും. വായിക്കുന്നുണ്ടോ? അല്ലാതെ അത് വായിക്കാം. അത് വായിക്കാം. അതിനു മുമ്പ് ന്യൂനപക്ഷാംഗങ്ങൾക്ക് BJPയിൽ വലിയ രീതിയിലുള്ള അവഗണന, അപമാനം നേരിടേണ്ടി വരുന്നു എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അതിപ്പോൾ ഒരു ഉദാഹരണമല്ല, 2 ഉദാഹരണമല്ല, 3 ഉദാഹരണമായി 3 പേരും പറയുന്ന ഒരേ കാര്യം. ആര് പരിശോധിക്കും? അല്ല, ഇതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ലേ, ഒറ്റപ്പെട്ട സംഭവം ജനറൽക്കരിക്കരുത്. ഇപ്പോൾ ഇവിടുത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, അദ്ദേഹം പൗരത്വ ബില്ലിനെ കുറിച്ചിട്ട് അദ്ദേഹം മുസ്ലിമാണ്. അദ്ദേഹം അഭിപ്രായം പറഞ്ഞു. ആൻറ്റി മുസ്ലിം അല്ല അത് പറയുന്നതിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമിനെ കൊണ്ട് പറയിപ്പിച്ചു, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയെ കൊണ്ട് പറയിപ്പിച്ചു, അങ്ങനെയല്ല.
അതിനെക്കുറിച്ചിട്ട് കൂടുതൽ അടുക്കുക വേണ്ടത്. പിന്നെ രണ്ടാമത് തിരുത്തുക വേണ്ടത് ബി ജെ പിയുടെ ഇതുപോലത്തെ സ്വഭാവങ്ങൾ, ബി ജെ പിയുടെ നേതൃത്വം. ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം കോഴിക്കോട് അദ്ദേഹത്തിന് സംഭവിച്ചു എന്ന് പറഞ്ഞില്ലേ, അദ്ദേഹം പറഞ്ഞു, അതിനുശേഷം ഒരു നടപടിയും കണ്ടില്ല. അത് ചെയ്തത് തെറ്റാണ്, നടപടി എടുക്കേണ്ടതാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് സംസാരിക്കണം. ഉടനെ ചെയ്യേണ്ട കാര്യമല്ലേ, എന്തിനാ മുറിവേൽപ്പിക്കുന്നത്? ഉടനെ ഇരിക്കണം, സംസാരിക്കണം, പ്രശ്നം പരിഹരിക്കണം. മനസ്സിനേക്കിൽ ആകാനാണ്. അല്ലാണ്ട് ഒരു പാർട്ടിയിൽ വരുന്ന പ്രവർത്തകർക്ക് സംഭവിക്കാൻ പാടില്ലാത്ത വായിലേ നാക്കാണത്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ശ്രീ മുകുന്ദൻ, അതിപ്പോൾ ഒരു ശ്യാം എന്ന് പറയുന്ന ഒരു പ്രവർത്തകന്റെ ഒരു എന്താ പറയുക പെരുമാറ്റ ദൂഷ്യം എന്ന നിലയ്ക്ക് ചുരുക്കാൻ പറ്റുമോ? അത് മാത്രമല്ലല്ലോ സംഭവിച്ചത്. ഇപ്പോൾ നസീറിന് സമാനമായ അനുഭവം ഉണ്ടാകുന്നു. അലി അക്ബർ പറയുകയാണ്. അലി അക്ബറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്നോട് നേരത്തെ സംസാരിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. മിനിഞ്ഞാന്നും ഇന്നലെയും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. അദ്ദേഹത്തിന് മനസ്സിൽ വന്നിട്ടുള്ള ദുഃഖമാണ്, അല്ലാണ്ട് വേറൊന്നല്ല. ആ ദുഃഖം അദ്ദേഹത്തെ അവിടെ മലപ്പുറം ജില്ലയിൽ അദ്ദേഹം അനുഭവിച്ചു വന്നിട്ടുള്ള വിഷമതകളെല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ നേരിട്ടുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിന് ദുഃഖം വരുന്ന രീതിയിലുള്ള സമീപനം ഒരു കാലത്ത് പാടില്ല. ഇപ്പോൾ മേജർ രവി അദ്ദേഹം രാജിവെച്ചു. അദ്ദേഹം മുസ്ലിം അല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഏറ്റവും മുറിവ് ഇതിന് വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് സ്ഥാനത്തിന് വേണ്ടിയിട്ടല്ല വന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ കാഴ്ചപ്പാടിൻ്റെയും ബന്ധങ്ങളെ നിലനിർത്തുന്നതിലും പ്രസ്ഥാനത്തിന് വേണ്ടി ഇവരെ ഉപയോഗപ്പെടുത്തുന്നതിലും അവരെ ഉപയോഗിച്ചിട്ട് നമ്മുടെ മുഴുവൻ പ്രസ്ഥാനത്തെ അവരുടെയും കഴിവ് ഉപയോഗിച്ചുകൊണ്ട്, അല്ലാണ്ട് അതൊരു എന്താ പറയുക എന്തെങ്കിലും തരത്തിൽ അവരെ കുടുക്കിൽ ഏർപ്പെടുത്തിയിട്ട് കൊണ്ട് കാര്യങ്ങൾ നേടാം, ആ കാഴ്ചപ്പാട് പാടില്ല. നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി ഒരുമിച്ച് കൂട്ടി അവരെ ഒരുമിച്ച് നല്ല രീതിയിൽ മാർക്കറ്റിംഗിന് ഉപയോഗിക്കുന്നു, നല്ല രീതിയിൽ മാർക്കറ്റിംഗിന് ഉപയോഗിക്കുന്നു എന്നാണ് താഹ ബാഫക്കി തങ്ങൾ പറഞ്ഞത്. ബാഫക്കി തങ്ങളുടെ പേരക്കുട്ടി എന്ന നിലയ്ക്ക് തന്നെ ഉപയോഗിച്ചു, മാർക്കറ്റിംഗ് ആയിരുന്നു ലക്ഷ്യം. രണ്ട് മൂന്ന് തവണ വാർത്താ സമ്മേളനം കഴിഞ്ഞപ്പോഴേക്കും കഴിഞ്ഞു, കറിവേപ്പില പോലെ എടുത്തു കളയുകയാണ്. അല്ല, ഇതിലിപ്പോ അത് പാടില്ല എന്നാണ് ഞാനും പറയേണ്ടത്. എനിക്ക് അഭിപ്രായക്കാരനാണ്. അദ്ദേഹം പറഞ്ഞതിന് വിയോജിപ്പുണ്ടെങ്കിലേ പ്രശ്നമുള്ളൂ. രണ്ട് കൈയടിച്ചാലേ ശബ്ദം ഉണ്ടാവുള്ളൂ. അങ്ങനെ പാടില്ല. നേരായ രീതിയിൽ കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോവുക. ഈ പറയില്ലേ, ഈ നല്ല വ്യക്തിത്വങ്ങളെ കൂട്ടി യോജിപ്പിച്ച് നടത്താൻ ഏതിനും ഗുണമുള്ളൂ. ഒറ്റപ്പെട്ട സംഭവങ്ങൾ അവിടെ ഒറ്റപ്പെട്ട സംഭവം ഉണ്ടായി. നസീറിനെ സംബന്ധിച്ചിടത്തോളം നസീറിനോട് കാണിച്ചത് അപക്വതയുടെ ഒരു സംഗതിയാണ്, ലീഡർഷിപ്പിൻ്റെ അപക്വതയാണ്. നസീർ നേരത്തെ മുതൽക്ക് ഞാൻ 24 വർഷമായിട്ട് അയാൾ ബി ജെ പിയിലുണ്ട്. അയാളുടെ മനസ്സിലേറ്റം മുറിവും കാര്യങ്ങളും ഞാൻ ഇടപെടാറുണ്ട്, സംസാരിക്കാറുണ്ട് വ്യക്തിപരമായിട്ട്. എന്താ പറയുക, ലീഡർഷിപ്പ് അതാത് സമയത്ത് രോഗം വരുമ്പം ചികിത്സിക്കാൻ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. ഇപ്പം അദ്ദേഹം പറഞ്ഞിട്ടുള്ള ദുഃഖം പരിഹരിക്കേണ്ടതായിരുന്നു അപ്പോൾ തന്നെ. അല്ലാതെ അദ്ദേഹത്തിന് തോന്നാൻ പാടില്ല എന്നെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് മാർക്കറ്റിംഗ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് ചെയ്യുന്നത് അദ്ദേഹത്തിന് തോന്നൽ വരാൻ പാടില്ലാത്ത വിധത്തിലുള്ള സമീപനം ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതാണ്. അത് ചെയ്യാത്തത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തെറ്റാണത്. അത് തിരുത്തണം, ഇനിയെങ്കിലും തിരുത്തണം. അവരുടെ ദുഃഖം പരിഹരിക്കേണ്ടത് ആവശ്യമാണ്. അവർ ബി ജെ പിയിൽ തിരിച്ചു വന്നാലും ഇല്ലെങ്കിലും ഒരു കാരണവശാലും അങ്ങനെ മൈനോറിറ്റി വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടല്ല ബി ജെ പി. ശരി, ശ്രീ മുകുന്ദൻ, ഈ അലി അക്ബറും താങ്കളോട് സംസാരിച്ചെന്ന് പറഞ്ഞല്ലോ, അലി അക്ബർ താങ്കളോട് സംസാരിച്ചെന്ന് പറഞ്ഞല്ലോ, എന്താണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പ്രശ്നം? അദ്ദേഹം പറയുന്നത് നസീറിനുമായി ബന്ധപ്പെട്ട, നസീർ 10-20 വർഷമായി ഈ പാർട്ടിയിലുള്ള വ്യക്തിയാണ്, നസീറിന് നേരിടേണ്ടി വന്ന അവഗണന, അതിൽ തനിക്ക് ദുഃഖമുണ്ടെന്ന് പറയുന്നു, തൻ്റേത് വ്യക്തിപരമായ തീരുമാനമാണ് എന്ന് പറയുന്നുണ്ട്. അതിനു മുൻപ് അദ്ദേഹം ഒരു സിനിമ നിർമ്മിക്കാൻ തുടങ്ങിയായിരുന്നല്ലോ. ആ സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പണത്തിന്റെ കുറവുണ്ട് എന്ന് അദ്ദേഹം പോസ്റ്റ് ഇട്ടിരുന്നു, പണം ലഭിക്കുന്നില്ല, സഹായം വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടോ? ഈ സിനിമാ നിർമ്മാണം എന്ന് പറയുന്നതും ബി ജെ പിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയം തന്നെയായിരുന്നല്ലോ. അപ്പോൾ അതിന് വേണ്ട പിന്തുണ പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണോ അദ്ദേഹത്തിന്റെ രാജി? എന്താണ് താങ്കളുടെ മനസ്സിലാക്കൽ? താങ്കളെ വന്ന് കണ്ടെന്തു പറഞ്ഞു? ഞാൻ മനസ്സിലാക്കുന്ന അതൊന്നല്ല, ഒരിക്കലുമല്ല.
നസീറിനോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തു എന്നുള്ളത് നസീറും ഫീൽ ചെയ്യുന്നു, അദ്ദേഹവും ഫീൽ ചെയ്യുന്നു, ഞാനും ഫീൽ ചെയ്യുന്നു. അപ്പോൾ പിന്നെ പ്രശ്നമില്ല. ഈ വിയോജിപ്പെട്ടെങ്കിലേ അഭിപ്രായ വ്യത്യാസമുള്ളൂ. അങ്ങനത്തെ ആൾക്കാർ നിരവധി ആൾക്കാരുണ്ട്. ഇപ്പം പറഞ്ഞില്ലേ ആൾക്കാർ രാജിവെച്ച് പോകണു. എന്തുകൊണ്ട് രാജിവെച്ച് പോകണു? നമ്മുടെ വീട്ടിലൊരാൾ മരിച്ചാലുണ്ടാകുന്ന ദുഃഖമില്ലേ, ആ ദുഃഖം പറഞ്ഞറിയിക്കാൻ പറ്റൂല. അന്നേ അതുപോലെ ആയിരിക്കണം നമ്മുടെ ഒരു പ്രവർത്തകൻ നഷ്ടപ്പെടുന്ന സമയത്ത്. അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ നസീർ പോയി എന്നാൽ പോയാൽ പോട്ടെ എന്നല്ല കാഴ്ചപ്പാടല്ല. ഒരാളും പോകാൻ പാടില്ല, ഒരാളെയും കളയാനും പാടില്ല. ശരി, അങ്ങനെ താങ്കൾ പറയുമ്പോൾ ഇതിപ്പോൾ ന്യൂനപക്ഷത്തിന്റെ മാത്രം വേദനയല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. BJP ഗ്രൂപ്പുകളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ്, അത് കുറച്ച് വലിയ പോസ്റ്റാണ്, മുഴുവൻ വായിക്കാൻ നമുക്ക് പറ്റില്ല, എങ്കിൽ പോലും ഞാൻ ചില ഭാഗങ്ങൾ വായിക്കുകയാണ്. അസതോമ സദ്ഗമയ, ഭാരതീയ ജനതാ പാർട്ടി എന്ന ദേശീയ പ്രസ്ഥാനത്തിന്റെ കേരള ഘടകത്തിന് മേൽ പരന്നിരിക്കുന്ന കരുനിഴൽ ആര് നീക്കും? സാധാരണ പ്രവർത്തകർ പരസ്പരം ചോദിക്കുന്ന ചോദ്യമാണിത്. KG മാരാർജിയുടെ കാലം മുതൽ പ്രവർത്തനത്തിൽ സജീവമായിട്ടുള്ളവർ, തലമുറകളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള പ്രവർത്തകരടക്കം പറയുന്നു ഈ പ്രസ്ഥാനം ഇനി ഉയർത്തെഴുന്നേൽക്കില്ല. മില്ലേനിയം ബ്രദേഴ്സ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന 2 നേതാക്കൾ, ഈ നേതാക്കൾ അനിയൻ ബാവ, ചേട്ടൻ ബാവ എന്ന കോമിക് പേരിലും അറിയപ്പെടുന്നു. അത് മുരളീധരനും സുരേന്ദ്രനുമല്ലേ, ഈ പേരിൽ അറിയപ്പെടുന്ന ഇവർക്കല്ലേ ഈ പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്തമെന്ന് ചോദിക്കുന്നു. ഡൽഹിയിലെ ഗോഡ് ഫാദർ ഇവർക്ക് ആരാണ്? ആ ബ്ലാക്ക് ലെയർ ആരാണ്? ഇവരെ സംരക്ഷിക്കാൻ എത്രത്തോളം വ്യഗ്രത കാണിക്കുന്നെങ്കിൽ അതിൻ്റെ പിന്നിലെ ചേതോ വികാരം എന്താണ്? ഇതാണ് ആദ്യ ഭാഗത്ത്. അവസാന ഭാഗത്ത് ആസന്നമായ ഉരുൾപൊട്ടലിന് തടയണ നിർമ്മിച്ച് പരിഹാരം കാണാമെന്നതുപോലുള്ള മണ്ടൻ സിദ്ധാന്തമാണ് തൈക്കാട്ട് സംസ്ഥാന കാര്യാലയത്തിൽ രൂപപ്പെടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ മുഖം മിനുക്കാൻ ഇറങ്ങി പുറപ്പെട്ട പ്രസിഡന്റാദി ഉപഗ്രഹങ്ങൾ ഒരു വശത്ത് വെട്ടിനിരത്തി മറുവശത്ത് ചിലരെ കൂട്ടിച്ചേർത്തു. വെളുക്കാൻ തേച്ചത് പാണ്ടായി. അരിശം മൂത്ത് പാടത്ത് പണിയെടുക്കുന്ന പല മുതിർന്ന പണിക്കാരും അവരുടെ കൈക്കോട്ട വരും ദിവസങ്ങളിൽ സുരേന്ദ്രൻ മുതലാളിയുടെ വീട്ടിൽ ഏൽപ്പിക്കാൻ പോകുന്നു എന്നൊരു കരക്കമ്പയുണ്ട്. പല മുതിർന്ന പ്രവർത്തകരെയും നേതാക്കളെയും അച്ചടക്കത്തിന്റെ വാളോങ്ങി ഭീഷണിപ്പെടുത്തലാണ് സുരേന്ദ്രന്റെ ഇപ്പോഴത്തെ ഹോബി. സംസ്ഥാന നേതൃത്വത്തിന്റെ കെട്ടുപൊട്ടിച്ച പട്ടം പോലുള്ള പോക്കിനെ വിമർശിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ ഇടുന്നവരെ ജില്ലാ തലത്തിൽ തിരഞ്ഞുപിടിച്ച് തെരുവ് ഗുണ്ടകളെ കൊണ്ടും സൈബർ ഗുണ്ടകളെ കൊണ്ടും ഭീഷണിപ്പെടുത്തുകയാണ്. പോരാത്തതിന് വാർത്ത ചോർത്തിക്കൊടുക്കുന്നതിന് ചില നേതാക്കളാണെന്ന് കരുതി ആ നേതാക്കളുടെ ഫോൺ ചോർത്താൻ തീരുമാനിച്ചിട്ടുണ്ടത്രേ. അതാണ് കഴിഞ്ഞ ദിവസം ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്നു എന്ന മാധ്യമപ്രവർത്തകരോട് സുരേന്ദ്രൻ പറഞ്ഞതിന്റെ ഇതിവൃത്തം. ഇതൊക്കെയാണ് പ്രവർത്തകർക്കിടയിലെ വികാരം. നേതാക്കളുടെ ഫോൺ ചോർത്തലടക്കം നടക്കുന്നുണ്ട്. താങ്കൾക്ക് അറിവുണ്ടോ ശ്രീ മുകുന്ദൻ? എനിക്കറിയില്ല. ഈ പറഞ്ഞ വികാരം പലതും ശരിയാണ്. ഈ ഫോൺ ചോർത്തുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ ഇതുവരെ കേട്ടില്ല. ഇപ്പം നിങ്ങൾ വായിച്ചപ്പോൾ കേൾക്കുന്നു. ഭീഷണിപ്പെടുത്തലുമുണ്ട്. അല്ല, അത് ഒറ്റപ്പെട്ട ഏതെങ്കിലും സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. അല്ല, അതൊക്കെ വേണ്ടപ്പെട്ട ഈ ഓരോ തലത്തിലുള്ള ആൾക്കാരോട് പറയാനുള്ള കാര്യങ്ങളുണ്ട്. എന്തായാലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് 101%, 100അല്ല, അത് അപക്വതയുടെയും അഹങ്കാരത്തിൻ്റെയും അതിൻ്റെ ഒരു കാഴ്ച മാത്രമാണ്. ശരി, എല്ലാം ശരിയാക്കണം. ഇപ്പോൾ നടക്കുന്ന ചില കാര്യങ്ങളിൽ കുഴപ്പമുണ്ട് എന്ന നിലയ്ക്കാണ് ഒരു മുതിർന്ന നേതാവ് നിലയ്ക്ക് ശ്രീ മുകുന്ദൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ശ്രീ നന്ദകുമാർ, BJPയിൽ നടക്കുന്ന കാര്യങ്ങളെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? തുടർച്ചയായ ചില രാജി, തുടർച്ചയായ ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ, നേരിട്ട് പറഞ്ഞാൽ നടപടിയായിരിക്കും. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ശ്രീ സുരേന്ദ്രൻ എന്ന് പറഞ്ഞതുകൊണ്ട് പാർട്ടി ചാനൽ ചർച്ചകളിൽ നിന്ന് ഇപ്പോൾ ഒരാൾക്ക് മാറേണ്ടി വന്നത്, ശിവശങ്കരൻ മാറേണ്ടി വന്നത്. പക്ഷെ അതല്ലാതെ എവിടെയും തൊടാതെ ഒളിയം പെയ്യുന്ന ചില നേതാക്കളുണ്ട്. ഒളിയം പെയ്തുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തി, MT രമേശൻ രംഗത്തെത്തി. അവർക്കെതിരെ നടപടിയെടുക്കാൻ പറ്റുന്ന രീതിയിലല്ല പോസ്റ്റുകൾ എന്നുള്ളതുകൊണ്ട് അതവിടെ നിൽക്കുന്നു. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ BJPയിൽ സംഭവിക്കുന്നത് ശ്രീ നന്ദകുമാർ? അത് സ്മൃതി, പൊതുവെ എനിക്ക് തോന്നിയത് ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് വളരെ സ്വാഭാവികമാണ്. മിക്കവാറുമുള്ള കേരളത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചും ഇത്തരം പ്രശ്നങ്ങൾ നിലവിലുണ്ട്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ നോക്കൂ, CPM-ൻ്റെ ലോക്കൽ തല സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നിരവധി ആളുകൾ പുറത്താക്കിക്കൊണ്ട് വെക്കുന്നു. കാര്യം തെരഞ്ഞെടുപ്പ് അടുക്കുന്നൊരു സമയമല്ലാത്തതിൻ്റെ ഒരു സാഹചര്യത്തിൽ കേരളത്തിലുള്ള, അതേപോലെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് VM സുധീരൻ പോലും ചില കമ്മിറ്റികളിൽ നിന്ന് രാജിവെക്കുന്നു. ഉമ്മൻചാണ്ടി മറിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നു. രമേശ് ചെന്നിത്തല മറ്റൊന്ന് നടത്തുന്നു. ഇത് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവം ഏറ്റവും വലിയ സവിശേഷതയാണ്.
കേരളത്തിൽ ഒരു 2-3 പതിറ്റാണ്ടുകൾക്കും ഉണ്ടായിരുന്ന രാഷ്ട്രീയത്തിൽ നിന്നുള്ള കേരളത്തിലെ ഒരു കാതലായിട്ടുള്ള മാറ്റം കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് കാണുന്നുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല, കേരളത്തിൽ ഇപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാതിരി ഞങ്ങൾക്കൊക്കെ ഒരു ഇടത് നയമാണ്, ഇടതുപക്ഷ നയമാണെന്നുള്ള കാര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാരനും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരനും കേരളത്തിലെ BJP അടക്കമുള്ള ആളുകൾ ഈ ഒരു ലൈനാണ് ഇന്നിപ്പോൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളെ പർവ്വതീകരിക്കാൻ സാധിക്കുന്നു, അതൊന്ന്. രണ്ടാമത് ഉള്ള പ്രശ്നങ്ങളെ അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരു പ്രശ്നങ്ങൾ പാർട്ടിക്കകത്തുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെ സംബന്ധിച്ച് സത്യസന്ധമായിട്ടുള്ള ചർച്ചകൾ നടക്കേണ്ട ആവശ്യമാണ്. ആ ചർച്ചകൾക്ക് ശേഷമാണ് പരിഹരിക്കേണ്ടത്. അതിനകത്ത് എനിക്കൊരു BJP-യിലടക്കം അല്ലെങ്കിൽ മറ്റേ കോൺഗ്രസിലടക്കമുള്ള പ്രസ്ഥാനങ്ങളിൽ ആ തരം പ്രശ്നങ്ങളുള്ള ആളുകളെയൊന്നും അവരെ ഒന്ന് അപായപ്പെടുത്തുന്ന രീതി ഈ ഒരു പ്രസ്ഥാനങ്ങൾ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതേപോലെ തന്നെ മറ്റേ ഒരുപക്ഷെ സമുദായത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ മാറ്റി നിർത്തുന്നതും ഉള്ളതായിട്ട് എനിക്കറിയില്ല. കാരണം ഞാൻ പറയാൻ കാരണം ഏറ്റവും കൂടുതൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ പാർലമെൻറ്റ് അംഗങ്ങളായിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയിലാണ്. ഏറ്റവും കൂടുതൽ MLA-മാർ മുസ്ലിം സമുദായത്തിൽപ്പെട്ടുള്ളവർ ഭാരതീയ ജനതാ പാർട്ടിയിൽ ആണ്. അങ്ങനെയാണെങ്കിൽ അവരൊക്കെ പുറത്തു പോകാൻ പറയണമല്ലോ. ഒരുപക്ഷെ ബഹുമാനിയായിരിക്കുന്ന ശ്രീമാൻ താഹയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തങ്ങളോട് പറഞ്ഞത് ആരാണെന്നുള്ള സംബന്ധിക്കുന്നത് ഏതോ എന്റെ സ്മൃതി എന്തിനാ നിങ്ങൾ UP നോക്കണേ? രാജസ്ഥാനിലുണ്ടല്ലോ, ഗുജറാത്തിലുണ്ടല്ലോ, പല സംസ്ഥാനങ്ങളുണ്ടല്ലോ. എന്തിനാ നിങ്ങൾ UP-യിൽ മാത്രം നോക്കണേ? അല്ല, ഞാൻ സ്മൃതി പറയുന്നിടത്തേക്ക് നോക്കുന്നില്ല അല്ലല്ലോ എന്റെ പണി. അല്ലെ, എന്റെ പണി അതല്ലല്ലോ. സ്മൃതി ഒന്ന് ഇന്ത്യൻ പാർലമെന്റിലേക്ക് നോക്കൂ. ഇന്ത്യൻ പാർലമെന്റിൽ മുസ്ലിങ്ങളുണ്ട്. ശ്രീനന്ദകുമാർ, നമ്മൾ തർക്കിച്ചിട്ട് കാര്യമില്ല. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവഗണന നേരിടുന്നു എന്നത് അവരുടെ തോന്നലാണ്, അവരുടെ മനസ്സിലുള്ള വിഷമമാണ്. അതാണ് ഈ താഹ പറയുന്നത്. അല്ലല്ല, അവരുടെ വിഷമം അവർ പറയുമ്പോൾ അതിനെ പുച്ഛിച്ച് തള്ളുകയല്ലോ വേണ്ടത്. അത് എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്നു, അങ്ങനെ ആരാണ് ചെയ്യുന്നത്? ശ്രീ മുകുന്ദൻ പറഞ്ഞത് കേട്ടല്ലോ. അങ്ങനെയുണ്ടെങ്കിൽ അത് തിരുത്തണം. ആ തിരുത്തലിലേക്ക് പോവുകയാണ് വേണ്ടത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണ്ടേ? അതിലെതിരെ അഭിപ്രായമുണ്ടോ? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടതല്ലേ? ഞാൻ പറയുന്ന സ്മൃതി പറയുന്നത് രണ്ടാണ്. കാരണം ബഹുമാനിയായിരിക്കുന്ന ശ്രീമാൻ താഹ ബാഫിക്ക് തങ്ങൾ പറയുന്നത് ഗൗരവമുള്ള വിഷയമാണ്. ആ വിഷയത്തെ സംബന്ധിച്ച് അന്വേഷണം നടക്കണം. അത് ആര് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും നടപടിയെടുക്കേണ്ട ആവശ്യമാണ്. എനിക്ക് അതിനെ സംബന്ധിച്ച് യാതൊരു തർക്കമില്ല. എൻ്റെ വിഷയമുള്ളത് നേരത്തെ സ്മൃതി പറഞ്ഞ പോലെയുള്ള ഉത്തർപ്രദേശിലേക്ക് നോക്കൂ, മറ്റിടത്തേക്ക് നോക്കൂ എന്ന് പറയുന്നതിന്റെ അതിനല്ല ആവശ്യം. എല്ലായിടത്തെ MLA-മാരുടെ കണക്ക് പറഞ്ഞുകൊണ്ടാണ് ഞാൻ UP-യിൽ നോക്കാൻ പറഞ്ഞത്. ഞാനത് പറയാൻ ഉദ്ദേശിച്ചിരുന്നില്ല. താങ്കൾ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചു. ഞാൻ പറയുന്നത് മുസ്ലിം സമുദായം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ആർക്കെങ്കിലും അവഗണന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ, ഞാൻ BJP-യിൽ മാത്രമല്ല, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ഉണ്ടെങ്കിൽ അത് ഒരിക്കലും ന്യായമല്ല, സാധ്യമല്ല. പാലാ ബിഷപ്പ് ഉയർത്തിയ വിവാദം ആളിക്കത്തിച്ചത് ഇവിടത്തെ BJP നേതാക്കളാണെന്ന് പറഞ്ഞ ആരാണ്? AK നസീറാണ്. നസീർ പറഞ്ഞില്ലേ ആളിക്കത്തിച്ചു എന്ന് നസീർ പറഞ്ഞില്ലേ? ഇവിടത്തെ BJP നേതാക്കൾ അതിനെ ആളിക്കത്തിച്ചു. അത് തണുപ്പിക്കുന്നതിന് പകരം ആളിക്കത്തിക്കുകയാണ് ചെയ്തതെന്ന് പറഞ്ഞ ആരാണ്? AK നസീറാണ്. നിങ്ങളെ പഴയ സെക്രട്ടറിയാണ്. എന്റെ സ്മൃതിയെ പോലെ മാധ്യമപ്രവർത്തകർക്ക് ഇത് ആളിക്കത്തിക്കുന്നതിന് വലിയ പങ്കുണ്ട്, നിഷേധിക്കാൻ സാധ്യമല്ല. കാരണം നിങ്ങളടക്കമാണ് പറഞ്ഞത് ഒരു സമവായത്തിൻ്റെ ഒരു ചർച്ചയിലേക്ക് വരുന്നതിന് പകരം ആ ചർച്ചയിൽ നിങ്ങൾ BJP ആളുകൾ ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ട് സംസാരിച്ച മാധ്യമപ്രവർത്തകരിൽ ഒരാൾ സ്മൃതി പരുത്തിക്കാടായിരുന്നു. നിങ്ങൾ കൃത്യമായിട്ടുള്ള BJP വിരുദ്ധ അജണ്ടയിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഞാൻ BJP-യുടെ പക്ഷത്തുനിന്ന് സംസാരിക്കുകയല്ല. എൻ്റെ ആവശ്യം ഇക്കാര്യത്തിൽ ഞാൻ ഉന്നയിക്കുന്നത് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിക്കും ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം. ആ രാഷ്ട്രീയ പാർട്ടികളിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം. അങ്ങനെ ആരെങ്കിലും തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ ആ തടസ്സം നിൽക്കുന്നവർക്കെതിരായിട്ട് നടപടി എടുക്കാൻ സാധ്യമാകണം. ഈ നടപടി അനിവാര്യമാണ്. വർഗീയ നിലപാടെടുത്ത നേതാവിന് പാർട്ടിയിൽ കയറ്റം കൊടുത്തു, വൈസ് പ്രസിഡന്റ് ആക്കി. ഇത് പറഞ്ഞിരിക്കുന്നത് നസീറാണ്. ബി ഗോപാലകൃഷ്ണനെയാണ് പറഞ്ഞത്. വാക്കുകളില് അങ്ങനെ അല്ല, നിങ്ങൾ വർഗീയപരമായിട്ട് സംസാരിക്കുന്നവരാരാണെങ്കിലും
നടപടിയെടുക്കേണ്ട ആവശ്യമാണ്. അതേപോലെ തന്നെ അതാണ് പാർട്ടിയിൽ കയറ്റം എന്നുള്ളത്. ആ നടപടിയാണ് പാർട്ടിയിൽ ഉയർന്ന സ്ഥാനം എന്നുള്ളത്. ഇതാണ് അവരുടെ മനസ്സിലാക്കൽ, ഇതാണ് അവരുടെ അനുഭവം. അല്ല, നസീറിന്റെ അഭിപ്രായം പറഞ്ഞു. നസീർ വളരെ ദീർഘകാലമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി മറ്റു പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്ന ആൾ തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ന്യായമായിട്ടുള്ള രീതിയിൽ, അർഹിക്കുന്ന രീതിയിൽ അംഗീകാരം കൊടുക്കേണ്ട ആവശ്യമാണെന്നാണ് ഞാനൊക്കെ വിശ്വസിക്കുന്നത്. പിന്നെ എന്തിനാണ് സസ്പെൻഡ് ചെയ്തത്? അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയാണോ വേണ്ടിയിരുന്നത്? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയാണോ വേണ്ടിയിരുന്നത്? അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഗൗരവത്തിലുള്ള വിഷയങ്ങൾ പരിശോധിക്കുകയല്ലേ വേണ്ടിയിരുന്നത്? അല്ലെ സ്മൃതി, അക്കാര്യത്തിൽ ആരെ സംബന്ധിച്ച് സംശയമില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ മനസ്സിലാക്കുന്നത് BJPക്കകത്ത് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ സംബന്ധിക്കുന്ന ന്യായമായുള്ള ചർച്ചകളും അതിന് പരിഹാരം കണ്ടെത്തുന്നതും BJP നേതാക്കന്മാർ തന്നെയാണ്. എൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാധ്യമങ്ങളടക്കം മാതൃഭൂമി അടക്കം കാണിക്കുന്ന ഒരു സമയത്ത് മാതൃഭൂമിയെ സംബന്ധിച്ച് 1986 ഏറ്റവും വലിയൊരു ചർച്ചയുണ്ടായിരുന്നു RSSന്റെ കേരളത്തിലെ പ്രസക്തി എന്ന് വെച്ചാൽ വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ള ആളുകൾ RSSന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് മാതൃഭൂമി വാരികയിൽ ചർച്ച നടത്തിയിരുന്നു. അതിൽ P. പരമേശ്വരജിയും P. ഗോവിന്ദപ്പിള്ള അടക്കമുള്ള ആൾ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. ഈ തരത്തിൽ ചർച്ച വേണമെന്നുള്ളതാണ് എൻ്റെ വിഷയം. നിങ്ങൾ ഏകപക്ഷീയമായിട്ട് മാധ്യമ വിചാരണയ്ക്കപ്പുറം മാധ്യമങ്ങൾ സത്യസന്ധമായിട്ട് വിഷയങ്ങളെ സമീപിക്കുന്ന ഒരു സമീപനം വേണം. നമ്മുടെ വിഷയം ഇപ്പോൾ മാധ്യമങ്ങളുടെ ചർച്ച എന്നുള്ളതല്ലല്ലോ. ഇപ്പോൾ BJPയിൽ ന്യൂനപക്ഷങ്ങൾ അവഗണന നേരിടുന്നു. ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല, അവിടെ പല അവഗണന നേരിട്ട നേതാക്കളുടെയും പ്രതികരണങ്ങൾ ഒറ്റയ്ക്കും തെറ്റയ്ക്കും വരുന്നു. പലരും കൊഴിഞ്ഞു പോകുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം, തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം 5000-ഓളം പേരെങ്കിലും ഇവിടെ ഈ പാർട്ടിയിൽ നിന്ന് പോയിട്ടുണ്ട് എന്ന് പറയുന്നത് ശ്രീ മുകുന്ദനാണ്. അദ്ദേഹം അപ്പുറത്ത് ഇരിക്കുന്നുണ്ടല്ലോ. ഒരാൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? ഒരാൾ ഏതെങ്കിലും പാർട്ടിയിൽ നിന്ന് ഒരാൾ, പേരിനൊരാൾ പറയാമോ? അല്ല, ഒന്ന് പറയാമോ? ഒരു പേര് പറയൂ, ഒറ്റ പേര് പറയൂ. മറ്റു പാർട്ടിയിൽ നിന്ന് വന്ന പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ പേര് പറയൂ. സ്മൃതി, അതിനകത്ത് സ്മൃതി 2-3 ദിവസം കൊണ്ട് ചോദിക്കേണ്ടല്ലോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടിയാണ്. ആ കാര്യത്തിൽ എനിക്ക് സ്മൃതിക്ക് തർക്കമൊന്നുമില്ലല്ലോ. സ്മൃതി ഏറ്റവും കൂടുതൽ മെക്കെട്ട് കയറുന്ന നരേന്ദ്രമോദിയാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി. ഞാൻ ഇവരെ ന്യായീകരിക്കില്ല എൻ്റെ ബാധ്യതകൾ. ഞാൻ പറയുന്നത് കൃത്യമായിട്ട് മാധ്യമങ്ങൾ നിർവഹിക്കേണ്ടതായിട്ട് ധർമ്മമുണ്ട്. ആ ധർമ്മം മാധ്യമങ്ങൾ നിർവഹിക്കാവുന്ന സമയത്ത് ഇതള് കൊഴിയുന്ന പാർട്ടി നിലയ്ക്കുള്ള ചർച്ചകളൊക്കെ നടത്തുന്നത് അതൊരു മാധ്യമ പ്രവർത്തനത്തിന്റെ നിലവാരം കുറഞ്ഞ ചർച്ച. അലി അക്ബറിനെയും താഹ ബാഫക്കിനെയും ഒരു ഇതളായി പോലും കാണുന്നില്ല അല്ലേ? എൻ്റെ മറ്റേ സ്മൃതി, ഇതിനകത്ത് 2 പേര് പോയത് ഗൗരവമായിട്ട് എടുക്കേണ്ട വിഷയമാണ്. അത് ചർച്ച ചെയ്യേണ്ടതാണ്. അത് പാർട്ടി BJPക്കാരെ ചർച്ച നടത്തേണ്ടതാണ്. പാർട്ടിക്ക് അകത്ത് ചർച്ച നടത്തണം. ശ്രീ നന്ദകുമാർ, താങ്കൾ ഇങ്ങനെ രോഷം കൊള്ളുന്നതിന്റെ അർത്ഥം മനസ്സിലാകുന്നില്ല. ശ്രീ നന്ദകുമാർ, കോൺഗ്രസിലെ തർക്കവും CPM-ലെ തർക്കവും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ശ്രീ നന്ദകുമാർ, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. കോൺഗ്രസിലെ തർക്കം, കോൺഗ്രസിലെ സംഘടനാ തെരഞ്ഞെടുപ്പ് ഇതുവരെ നടക്കാത്തത് എത്ര ദിവസം നമ്മൾ ചർച്ച ചെയ്തു? എത്ര ദിവസമാണ് ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല ഈ നേതാക്കൾ പറഞ്ഞ കാര്യങ്ങൾ, K. സുധാകരൻ പറഞ്ഞ കാര്യങ്ങൾ, ഇത് എത്ര ദിവസം ചർച്ച ചെയ്തു? CPM-നകത്തെ തർക്കങ്ങൾ എത്ര ദിവസം ചർച്ച ചെയ്തിട്ടുണ്ട്? മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്ന പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് എത്ര തവണ ചർച്ച നടത്തിയിട്ടുണ്ട്? മുഖ്യമന്ത്രിക്കെതിരെയുള്ള ചർച്ച എന്ന് വേണമെങ്കിലും പറയാം. ആ നിലയ്ക്ക് നടത്തിയിട്ടില്ലേ? അപ്പോൾ ഓരോ വിഷയം വരുമ്പോൾ ആ വിഷയം ചർച്ച ചെയ്യും. ഇപ്പോൾ BJP-യാണ് വിഷയം. ഇന്ന് നിങ്ങളുടെ നേതാക്കളിൽ നിന്നാണ് കൊഴിഞ്ഞുപോക്കുണ്ടായിരിക്കുന്നത്. നിങ്ങളുടെ നേതാക്കളിൽ നിന്നാണ് അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പറയുമ്പോഴെന്താണ് ഇത്ര ബുദ്ധിമുട്ട്? അന്ന് കേട്ടുകൂടെ? നമ്മൾ പറയുന്നത് കേൾക്കണ്ട, ഞങ്ങൾ പറയുന്നത് കേൾക്കണ്ട, അവർ പറയുന്നത് കേട്ടൂടെ? താഹ പറഞ്ഞത് എന്താണ്? ഗൗരവത്തിലുള്ള വിഷയമല്ലേ സ്മൃതി? ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ വക്താവായിട്ടല്ല ഇവിടെ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ PP മുകുന്ദനുള്ള സംയമനം പോലും താങ്കൾക്കില്ല. മുതിർന്ന നേതാവിനുള്ള സംയമനം പോലും താങ്കൾക്കില്ല. അദ്ദേഹം എത്ര പക്വമായിട്ടാണ് അതിനോട് സമീപനം. അദ്ദേഹം ഇതിവിടെ സംഭവിക്കുന്നുണ്ട്, തിരുത്തേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. താങ്കളാകട്ടെ എൻ്റെ അടുത്ത് രോഷം കൊള്ളുകയാണ്. എന്തിനാണ്? അതിൻ്റെ ആവശ്യമുണ്ടോ? ഞാനിപ്പോൾ വായിച്ചത് BJP ഗ്രൂപ്പുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മെസ്സേജാണ്. ഞാൻ അതിലെ ബാക്കി ഭാഗം കൂടി ഒന്ന് വായിച്ചോട്ടെ. കൊടകരയിൽ പാർട്ടിക്ക് വേണ്ടി കൊണ്ടുപോയ കുഴൽപ്പണം എന്ന് പോലീസ് ഓമനപ്പേരിട്ട് വിളിച്ച പണം ആരാണ് മുക്കിയത്? കൊടകരയിൽ കൊണ്ടുപോയ ആ പണം ആരാണ് മുക്കിയത്? അതിന്റെ പിന്നിലെ ബുദ്ധി കേന്ദ്രം ആരാണ്? CK ജാനുവിന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന 1 കോടി രൂപയിൽ 10 ലക്ഷം മാത്രം കൊടുത്തിട്ട് ബാക്കി 90 ലക്ഷം വിഴുങ്ങിയ ആ ഭീമൻ പെരുമ്പാമ്പ് ആരാണ്?
കാസർഗോഡ് സുന്ദരയ്ക്ക് കൊടുക്കാൻ കണക്ക് പറഞ്ഞ് സ്റ്റേറ്റ് ഓഫീസിൽ നിന്ന് വാങ്ങിയത് എത്ര, കൊടുത്തത് എത്ര? സാധാരണ പ്രവർത്തകർ കയ്യിലെ കാശെടുത്ത് പട്ടിണിയും കിടന്ന് മുണ്ട് മുറുക്കി സംഘടനാ പ്രവർത്തനം നടത്തുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അവൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞാൽ, അവൻ ഗണവേഷം അഴിച്ചു വെച്ച് തിരികെ നടന്നാൽ അവനെ ആരും കുറ്റം പറയരുത്. നിങ്ങളുടെ പ്രവർത്തകർ എഴുതിയ പോസ്റ്റാണ്, ഞങ്ങളാരും പറഞ്ഞതല്ല. അല്ല സ്മൃതി, ഇതിനകത്ത് നിങ്ങൾ സോഷ്യൽ മീഡിയയിലെ വാർത്തയെടുത്ത് എന്നെ കേൾപ്പിച്ചതുകൊണ്ട് അതുകൊണ്ട് ഒരുപക്ഷെ സ്മൃതിക്ക് കൊള്മയിൽ കൊള്ളാൻ സാധിച്ചേക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ വിഷയമല്ല. എൻ്റെ പ്രധാനപ്പെട്ട വിഷയം കേരളത്തിൽ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുണ്ടായിരിക്കുന്ന അപച്യുതി ഉണ്ട് എന്നുള്ളത് അംഗീകരിക്കുന്ന ആളാണ് ഞാൻ. കേരളത്തിലെ സാമൂഹ്യ രംഗത്തെ അപച്യുതിയല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം അറിഞ്ഞിട്ട് തന്നെയാണ് താങ്കളെ ഇങ്ങോട്ട് വിളിച്ചത്. നമ്മുടെ വിഷയം ഇതാണല്ലോ. അപ്പോൾ വിഷയത്തിൽ ഊന്നി നിൽക്കാം. ഞാൻ ചോദിക്കുന്നത്, ഈ പണപ്പിരിവ് നടന്നു എന്നുള്ള വാർത്ത ഇവിടെ നിൽക്കുകയാണല്ലോ. കെ സുരേന്ദ്രന്റെയും പ്രസീതയുടെയും ശബ്ദ സാമ്പിൾ ഇന്ന് കൊടുത്തിട്ടേ ഉള്ളൂ. ഈ പണം കൈമാറലിന്റെ കാര്യമുണ്ടല്ലോ, സി കെ ജാനുവിന് കൊടുത്ത 10 ലക്ഷം. നിങ്ങൾ സുരേന്ദ്രൻ കൊടുത്ത പണോ സുരേന്ദ്രന് വാങ്ങിച്ച പണോ ഇത് ചർച്ച നടത്തുന്ന ആളാണ് ഞാനല്ല. അത് സുരേന്ദ്രനായിട്ട് നിങ്ങൾ സംസാരിക്കണം. എന്നെ സംബന്ധിക്കുന്ന വിഷയം ഈ പ്രസ്ഥാനങ്ങളുണ്ടായിട്ടുള്ള BJP അടക്കമുള്ള പ്രസ്ഥാനങ്ങളുടെ ഈ പ്രസ്ഥാനങ്ങളെല്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള അപച്യുതി ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു വസ്തുത തന്നെയാണ്. ഈ വസ്തുതയെ സംബന്ധിച്ച് ചർച്ച നടത്തേണ്ടത് അതാത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചർച്ച നടത്തണം. ശരി, ബഹുമാനിയായിട്ടുള്ള ശ്രീമതി താഹൂർ ഉന്നയിച്ച ആരോപണം ന്യായമായിട്ടുള്ള ആരോപണം ചർച്ച നടത്തുന്നതിന്റെ ആവശ്യം. ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയെ ഇവിടെ ജനാധിപത്യ സംവിധാനത്തിൽ വിമർശിക്കാനും അതിന്മേൽ ചർച്ച നടത്താനും നമ്മൾക്കും അധികാരമുണ്ട്, നമ്മൾക്കും സ്വാതന്ത്ര്യമുണ്ട്. അതിൽ താങ്കൾക്കും പങ്കുചേരാം. താങ്കൾക്കും പങ്കുചേരാം. ഒരു സംശയക്കാര്യത്തിലില്ല. അപ്പൊ അതല്ലേ നടക്കുന്നത്? എല്ലാവർക്കും പങ്കുചേരാവുന്നതാണ്. ഒരു സംശയക്കാര്യത്തിലില്ല. അതാണ് നടക്കുന്നത്. അല്ല, അതിനകത്ത് ഏകപക്ഷീയമായിട്ടുള്ള ചില വാദങ്ങൾ മാധ്യമത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്ന സമയത്ത് താങ്കൾ ഒരേ കാര്യം ആവർത്തിക്കുന്നതുകൊണ്ട് ഞാൻ ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയിലേക്ക് പോകുന്നു, തിരിച്ചെത്താം.